10 വർഷത്തെ ബി.ജെ.പി. ഭരണത്തിൽ നശിച്ച പാലക്കാടിനെ കൈപിടിച്ചുയർത്താൻ LDF. പാലക്കാട് നഗരത്തിന്റെ വികസന പദ്ധതികൾ ഉൾപ്പെടുത്തി LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. ടൗൺ ഹാളും മുനിസിപ്പൽ സ്റ്റേഡിയവും അടക്കമുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. വികസന മുരടിപ്പിന്റെ 10 വർഷമാണ് ബി.ജെ.പി. ഭരണത്തിൽ പാലക്കാട് കണ്ടത്. പാലക്കാട് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളാണ് LDF ഉറപ്പു നൽകുന്നത്. പാലക്കാട് ഭരണസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ്. അപ്പോൾ ഈ നഗര ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ നന്നായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ റോഡുകളും മികച്ച നിലവാരത്തിലാക്കും. കിടപ്പ് രോഗികൾക്ക് പാലിയേറ്റീവ് സൗകര്യം, ലൈബ്രറിക്ക് പുതിയ കെട്ടിടം, വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ തൊഴിൽ മേളകൾ, നഗരത്തിൽ ചെറു ഗ്രൗണ്ടുകൾ, യുവജനങ്ങൾക്ക് ക്ലബ്ബുകൾ തുടങ്ങി 100-ലധികം പദ്ധതികൾ LDF നടപ്പാക്കും. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ തന്നെ ഇത്തരത്തിൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊന്നൽ അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ട് 6 മാസം കൊണ്ട് തന്നെ ടൗൺ ഹാൾ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റേഡിയം, ബസ് സ്റ്റാൻഡുകൾ നവീകരിക്കപ്പെടും. എല്ലാം സമയബന്ധിതമായി പരിപാടികൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പുറമെയാണ് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നിങ്ങൾക്ക് അറിയാം, 10-15 വർഷമായിട്ട് അങ്ങനെ കിടക്കില്ലേ. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല, അവിടെ സ്റ്റേഡിയം തന്നെയുള്ള അത് നവീകരിച്ചുകൂടെ. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നൌഷാദ്, ജില്ലാ കമ്മിറ്റി അംഗം CP പ്രമോദ്, LDF മണ്ഡലം ചെയർമാൻ മുരളി താരേക്കാട് എന്നിവർ ചേർന്ന് പത്രിക പ്രകാശിപ്പിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.